എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ LBS പാരാമെഡിക്കൽ ഡിപ്ലോമ കോഴ്സുകളായിട്ടുള്ള DPharm, DHI, അതുപോലെ തന്നെ DMLT ഇതുപോലുള്ള വിവിധ ഡിപ്ലോമ കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഫസ്റ്റ് അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിച്ചു. അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾ ഡിസംബർ 5-ാം തീയതി വൈകുന്നേരം 5 മണിക്കുള്ളിൽ ഓൺലൈനായിട്ടോ ഓഫ്ലൈനായിട്ടോ വിദ്യാർത്ഥികൾക്ക് ഫീ പേയ്മെൻറ്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾക്കും ലഭിക്കാത്ത വിദ്യാർത്ഥികൾക്കും ഡിസംബർ 5-ാം തീയതി വൈകുന്നേരം 5 മണി വരെ നിങ്ങൾക്ക് ഓൾറെഡി നിങ്ങൾ നൽകിയിട്ടുള്ള ഓപ്ഷൻസിൽ ഏതെങ്കിലും ഓപ്ഷൻ റിമൂവ് ചെയ്യണമെങ്കിലോ അതുപോലെ ഓപ്ഷൻസിൻ്റെ സ്ഥാനം അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്ത് കൊടുക്കണമെങ്കിലോ ഹയർ ഓപ്ഷൻസ് മുഴുവൻ റിമൂവ് ചെയ്യണമെങ്കിലോ ചെയ്യാവുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ഫീ പേയ്മെൻറ്റ് സംബന്ധിച്ചും അതുപോലെ തന്നെ എങ്ങനെ ഓൺലൈനായിട്ട് പേയ്മെൻറ്റ് ചെയ്യാം, അതുപോലെ എങ്ങനെയാണ് ഓഫ്ലൈനായിട്ട് പേയ്മെൻറ്റ് ചെയ്യേണ്ടത്, ഇതുമായി ബന്ധപ്പെട്ടുള്ള സംശയം, അതുപോലെ തന്നെ ഫീ പേയ്മെൻറ്റ് ചെയ്ത ശേഷം എന്തെങ്കിലും ശ്രദ്ധിക്കേണ്ടതുണ്ടോ, അതുപോലെ തന്നെ ഈ ഒരു ഫീ പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അഡ്മിഷൻ കൺഫേം ആയോ എന്നുള്ളതും അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട അഡ്മിഷനും അതുപോലെ ടോക്കൺ ഫീ പേയ്മെൻറ്റ് റെസിപ്റ്റുമായി ബന്ധപ്പെട്ടുള്ള ഡീറ്റെയിൽസുകൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾ ആദ്യം തന്നെ ശ്രദ്ധിക്കണം, സ്പോർട്സ് കോട്ടയുടെ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. സ്പോർട്സ് കോട്ട റാങ്ക് ലിസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ വെബ്സൈറ്റിൽ നൽകിയിട്ടുണ്ട്. ജസ്റ്റ് നിങ്ങൾ അതിൽ ക്ലിക്ക് ചെയ്ത് ഡൗൺലോഡ് ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾ ഇൻഡിവിജ്വലായിട്ട് ഈ ഒരു ഒറ്റയ്ക്ക് പങ്കെടുത്തിട്ടുള്ള ആ ഒരു മത്സര ഇനങ്ങളുടെയും അതുപോലെ ടീമായിട്ട് പങ്കെടുത്തിട്ടുള്ള മത്സര ഇനങ്ങളുടെയും സെപ്പറേറ്റ് ആയിട്ട് ഈ ഒരു റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഇൻഡിവിജ്വലായിട്ട് പങ്കെടുത്ത വിദ്യാർത്ഥികളുടെ DPharmൻ്റെ റാങ്ക് ലിസ്റ്റിൽ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ നമ്പർ, നെയിം, അതുപോലെ 500-ലുള്ള മാർക്ക്, അക്കാദമിക് ഇൻഡെക്സ് മാർക്ക് 500, അതുപോലെ സ്റ്റേറ്റ് മെറിറ്റ് റാങ്ക്, അതുപോലെ തന്നെ 1000-ലുള്ള ഇൻഡെക്സ് മാർക്ക്, അതുപോലെ തന്നെ റാങ്ക് എന്നിങ്ങനെയുള്ള ഡീറ്റെയിൽസുകൾ കൊടുത്തിട്ടുണ്ട്. ഇതിൽ നിങ്ങൾക്ക് ഇൻഡിവിജ്വൽ ഇവൻറ്റ്സിൻ്റെയും അതുപോലെ ടീം ഇവൻറ്റ്സിൻ്റെയും DPharmൻ്റെ റാങ്ക് ഡീറ്റെയിൽസ് മനസ്സിലാക്കാം. DHI ആൻഡ് പാരാമെഡിക്കൽ കോഴ്സസിൻ്റെ ഇൻഡിവിജ്വൽ ആൻഡ് അതുപോലെ തന്നെ ടീം ആയിട്ട് പങ്കെടുത്തുള്ളവരുടെ ആ ഒരു ഇൻഡെക്സ് മാർക്കും അതുപോലെ തന്നെ റാങ്ക് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതാണ്. അപ്പോൾ ഈ സ്പോർട്സ് കോട്ടയിൽ ഈ ഒരു അപേക്ഷ സമർപ്പിച്ച വിദ്യാർത്ഥികളുടെ റാങ്ക് ലിസ്റ്റാണിത്. ജസ്റ്റ് നിങ്ങൾ പരിശോധിക്കുക. ഇനി അടുത്തതായിട്ട് എങ്ങനെ ഫീ പേയ്മെൻറ്റ് ചെയ്യാം എന്നുള്ളതാണ്. വിദ്യാർത്ഥികൾ LBS വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുക. സൈഡിലുള്ള 3 ലൈൻസിൽ ക്ലിക്ക് ചെയ്യുക. ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്ത ശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ നൽകുക, വെരിഫൈ ചെയ്യുക, രജിസ്ട്രേഷൻ ID നൽകുക, അതുപോലെ പാസ്വേഡ് നൽകുക, സൈൻ ഇൻ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് പേജിലേക്ക് പോകുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ആദ്യം തന്നെ സെക്കൻഡ് അലോട്ട്മെൻറ്റിനെ കുറിച്ച് പറയാം. അതിനുശേഷം ഫീ പേയ്മെൻറ്റിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. നിങ്ങൾക്ക് ഇവിടെ ഓപ്ഷൻ റീ അറേഞ്ച്മെൻറ്റ് ഫോർ സെക്കൻഡ് അലോട്ട്മെൻറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് കാണാം. അവിടെ നിങ്ങൾക്ക് റീ അറേഞ്ച് ഓപ്ഷൻ എന്നുള്ള കാര്യം കാണാൻ സാധിക്കും. ഇവിടെ നിങ്ങൾക്ക് അതായത് ഇവിടെ ഈ ഒരു വിദ്യാർത്ഥിക്ക് ഇവിടെ 12-ാമത്തെ ഓപ്ഷനാണ് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ളത്. നിങ്ങൾക്ക് യുവർ അലോട്ട്മെൻറ്റ്സ് എന്നുള്ള ഭാഗത്ത് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ഒന്നും കിട്ടിയിട്ടില്ലെങ്കിൽ നോ അലോട്ട്മെൻറ്റ് എന്നും, ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടുണ്ടെങ്കിൽ അലോട്ട്മെൻറ്റ് എത്രാമത്തെ അലോട്ട്മെൻറ്റിലാണ് കിട്ടിയത്, അതുപോലെ ഓപ്ഷൻ നമ്പർ എത്രയാണെന്നുള്ളത് കാണാൻ സാധിക്കും. ഇവിടെ 12-ാമത്തെ ഓപ്ഷനാണ് കിട്ടിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ബാക്കിയുള്ള 1 മുതൽ 11 വരെയുള്ള ഓപ്ഷനുകളാണ് കാണാൻ സാധിക്കുക. 12-ന് ശേഷമുള്ള 13 തൊട്ട് മറ്റ് ഓപ്ഷനുകൾ കാണാൻ സാധിക്കുന്നതല്ല. അപ്പോൾ 1 മുതൽ 11 വരെയുള്ള ഓപ്ഷനുകളാണ് ഇനി അടുത്ത അലോട്ട്മെൻറ്റിൽ ഈ ഒരു വിദ്യാർത്ഥിയുടേത് പരിഗണിക്കുക. നിങ്ങൾക്ക് ലഭിച്ച ഓപ്ഷൻ എന്ന് പറയുന്നത് 15-ാമത്തെ ഓപ്ഷനാണെങ്കിൽ അതിനുശേഷമുള്ള 1 മുതൽ 14 വരെയുള്ള ഓപ്ഷനുകളെ മാത്രമാണ് അടുത്ത അലോട്ട്മെൻറ്റിൽ പരിഗണിക്കുക. 14-ന് ശേഷമുള്ള അതായത് ഈ ഒരു 15-ന് ശേഷമുള്ള അതായത് 16 മുതലുള്ള മറ്റ് ഓപ്ഷനുകൾ ഓട്ടോമാറ്റിക്കലി ഡിലീറ്റ് ചെയ്യപ്പെടും. ഇതുവരെ അലോട്ട്മെൻറ്റ് കിട്ടാത്ത വിദ്യാർത്ഥികൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ടതില്ല. അലോട്ട്മെൻറ്റ് കിട്ടിയ വിദ്യാർത്ഥികൾ മാത്രം ഈ ഒരു രീതിയിൽ ഓപ്ഷൻസ് റീ അറേഞ്ച് ചെയ്ത് കൊടുത്താൽ മതി. അതുപോലെ അലോട്ട്മെൻറ്റ് കിട്ടാത്ത വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ ഓപ്ഷൻ ലിസ്റ്റിൽ നിന്നും ഏതെങ്കിലും കോളേജ് ഒഴിവാക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഓപ്ഷൻ റീ അറേഞ്ച്മെൻറ്റ് ഫോർ സെക്കൻഡ് അലോട്ട്മെൻറ്റ്സ് എന്നുള്ള ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. റീ അറേഞ്ച്മെൻറ്റ് ഓപ്ഷൻ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ 11 ഓപ്ഷൻസ് ആണ് കാണാൻ പറ്റുക. അപ്പോൾ നിങ്ങൾ നൽകിയിട്ടുള്ള അതായത് ഇവിടെ ഒരു 11 ഓപ്ഷനുകൾ കാണാൻ പറ്റും. അതായത് ഇവിടെ നിങ്ങൾക്ക് അതായത് ഏത് ഓപ്ഷനാണ് അലോട്ട്മെൻറ്റ് കിട്ടിയത് ആ ഒരു ഓപ്ഷൻ്റെ ബാക്കിയുള്ള അതായത് 12-ാമത്തെ ഓപ്ഷൻ ആണെങ്കിൽ 1 മുതൽ 11-ാമത്തെ വരെയുള്ള ഓപ്ഷനുകൾ ഈ ഒരു ലിസ്റ്റിൽ കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് നിലവിൽ ലഭിച്ച ആ ഒരു ഓപ്ഷൻ സാറ്റിസ്ഫൈഡ് ആണ്, ഇനി മറ്റൊരു ഓപ്ഷൻ നോക്കുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് ടോക്കൺ ഫീ പേയ്മെൻറ്റ് ചെയ്യുകയും അതിനുശേഷം ഹയർ ഓപ്ഷൻസ് ഇവിടെ ഓരോ ഓപ്ഷൻ്റെ നേരെയുള്ള റിമൂവിൽ ക്ലിക്ക് ചെയ്ത് സേവ് ചെയ്ത് ആ ഒരു ഓപ്ഷനുകൾ മുഴുവനായിട്ട് റിമൂവ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇനി വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ഓപ്ഷനുകളെ അടുത്ത അലോട്ട്മെൻറ്റിൽ പരിഗണിക്കപ്പെടണം എന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് നിങ്ങൾ ഒന്നും ചെയ്യേണ്ടതില്ല. അതേസമയം നിങ്ങൾക്ക് ഏതെങ്കിലും ഓപ്ഷൻസ് മാത്രമായിട്ട് റിമൂവ് ചെയ്യണം, അതായത് ഇതിൽ ഏതെങ്കിലും ഒരു കോളേജ് മാത്രമായിട്ട് അല്ലെങ്കിൽ 2-3 കോളേജായിട്ട് ഇതിൽ കുറച്ച് കോളേജുകൾ ഒഴിവാക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് ഏതൊക്കെയാണ് ഒഴിവാക്കേണ്ടത് അതിന് നേരെയുള്ള റിമൂവിൽ ക്ലിക്ക് ചെയ്ത് ആ ഒരു ഓപ്ഷൻ റിമൂവ് ചെയ്ത് സേവ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഓപ്ഷൻ്റെ നമ്പർ ചേഞ്ച് ചെയ്തെടുക്കണം. അത് നിങ്ങൾ ഇപ്പോൾ 12-ാമത്തെ ഓപ്ഷനാണ് കിട്ടിയത്, അതിനുശേഷം 1 മുതൽ 11 വരെയുള്ള ഓപ്ഷനാണ് നിങ്ങളുടെ ഓപ്ഷൻ ലിസ്റ്റിലുള്ളത്. നിങ്ങൾക്ക് 10-ാമത്തെ ഓപ്ഷൻ ഒന്നാമതായിട്ട് പരിഗണിക്കപ്പെടണം എന്നുണ്ടെങ്കിൽ ആ ഒരു 10-ാമത്തെ ഓപ്ഷൻ്റെ ബോക്സിൽ ആ ഒരു 0 ജസ്റ്റ് ഒന്ന് നിങ്ങൾ അതിൽ ക്ലിക്ക് ചെയ്ത് ആ ഒരു 0 ജസ്റ്റ് ഒന്ന് മാറ്റുക. അതിനുശേഷം അതിനെ 1 ആക്കി മാറ്റുക. അതിനുശേഷം നിങ്ങൾക്ക് സേവ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഓപ്ഷൻ ഒന്നാമതായിട്ട് സെറ്റ് ചെയ്യുകയും നിങ്ങളുടെ ഓൾറെഡി ഓപ്ഷൻ ലിസ്റ്റിലുണ്ടായിരുന്ന 1-ാമത്തെ ഓപ്ഷൻ 2-മതായിട്ട് സെറ്റ് ചെയ്യുകയും ബാക്കി ഓപ്ഷൻ അതേ ക്രമത്തിൽ തന്നെ ഓരോ നമ്പർ ചേഞ്ച് ആയിട്ട് വരികയും ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ അതിനുശേഷം സേവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സെലക്റ്റഡ് കോളേജ് ഓർ കോഴ്സ് ഓപ്ഷൻ എന്നുള്ള ഭാഗത്ത് നിങ്ങൾ ആ ഒരു രീതിയിൽ എഡിറ്റ് ചെയ്ത ഡീറ്റെയിൽസുകൾ കൃത്യമായിട്ട് അവിടെ ചേഞ്ച് ചെയ്തതായിട്ട് കാണാൻ സാധിക്കുന്നതാണ്. ഇനി വിദ്യാർത്ഥികൾക്ക് അടുത്തതായിട്ടുള്ളത് എങ്ങനെ ഫീ പേയ്മെൻറ്റ് ചെയ്യാം എന്നുള്ള കാര്യമാണ്. ഫീ പേയ്മെൻറ്റ് ചെയ്യാനായിട്ട് നിങ്ങൾ നേരത്തെയുള്ള ആ ഒരു പേജിലേക്ക് പ്രവേശിക്കുക. ഇവിടെ നിങ്ങൾക്ക് യുവർ അലോട്ട്മെൻറ്റ്സ് എന്നുള്ള ഭാഗത്ത് നിങ്ങൾക്ക് ഏത് കോളേജിലാണ്, ഏത് കോഴ്സിലാണ്, എത്രാമത്തെ ഓപ്ഷനാണ്, ഏത് കോട്ടയിലാണ്, ഏത് ഡേറ്റിലാണ്, എത്രാമത്തെ അലോട്ട്മെൻറ്റിലാണ് എന്നിങ്ങനെയുള്ള ഡീറ്റെയിൽസുകൾ കാണാൻ പറ്റും. നിങ്ങൾക്ക് അതിനുശേഷം ഇവിടെ മേക്ക് പേയ്മെൻറ്റ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാം, അതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ചോദിച്ചതാണ് ഈ ഒരു ഫീ പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നീട് അതായത് ഈ ഒരു മേക്ക് പേയ്മെൻറ്റ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇതുപോലെ 2 മെത്തേഡുകളാണ് കാണാൻ പറ്റുക.
അതായത് ഒന്ന് ഫെഡറൽ ബാങ്ക് ചലാൻ വഴിയും നെറ്റ് ബാങ്കിങ്ങും ക്രെഡിറ്റ് കാർഡ്, ഡെബിറ്റ് കാർഡ്, UPI എന്നിവയാണ്. അപ്പോൾ ഈ രീതിയിൽ ഫീ പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ അഡ്മിഷൻ കൺഫേംഡ് ആണോ എന്ന് ചോദിക്കാറുണ്ട് വിദ്യാർത്ഥികൾ. നിങ്ങൾ ഈ ഒരു രീതിയിൽ ടോക്കൺ ഫീ പേയ്മെൻറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു സീറ്റ് കൺഫേംഡ് ആണ്. നിങ്ങൾക്ക് അടുത്ത അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് മറ്റൊരു ഓപ്ഷൻസ് ഒന്നും നിങ്ങളുടെ ഓപ്ഷൻ ലിസ്റ്റിൽ ഇല്ലെങ്കിൽ ആ ഒരു സീറ്റിൽ നിങ്ങൾക്ക് ഈ ഒരു തേർഡ് അലോട്ട്മെൻറ്റ് ശേഷം അഡ്മിഷൻ നേടാം. അതേസമയം വിദ്യാർത്ഥികൾക്ക് ഓപ്ഷൻ ലിസ്റ്റിൽ മറ്റ് കോളേജുകളുണ്ട്. സെക്കൻഡ് അലോട്ട്മെൻറ്റിലോ തേർഡ് അലോട്ട്മെൻറ്റിലോ മറ്റൊരു കോളേജിലേക്ക് അലോട്ട്മെൻറ്റ് മാറ്റം ലഭിക്കുകയാണെങ്കിൽ ഇപ്പോൾ ലഭിച്ച ആ ഒരു സീറ്റ് നഷ്ടപ്പെടും. പിന്നീട് പുതുതായിട്ട് ഏത് കോളേജിലാണോ അലോട്ട്മെൻറ്റ് കിട്ടിയത് ആ ഒരു കോളേജിൽ നിങ്ങൾക്ക് സീറ്റ് മാറുന്നതാണ്. അതുപോലെ നിങ്ങൾ ഇപ്പോൾ അടച്ച ടോക്കൺ ഫീ പേയ്മെൻറ്റ് പുതുതായിട്ട് കിട്ടിയ കോളേജിലേക്ക് മാറ്റപ്പെടുകയും ചെയ്യും. അതേസമയം പുതിയൊരു കോളേജ് കിട്ടിയിട്ടില്ലെങ്കിൽ നിലവിലെ കോളേജ് തുടരുകയും ചെയ്യും. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത്, പല വിദ്യാർത്ഥികളും ചോദിച്ചതാണ് സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ മറ്റൊരു കോളേജ് കിട്ടിക്കഴിഞ്ഞാൽ ആദ്യത്തെ കോളേജിൽ അഡ്മിഷൻ നേടാൻ പറ്റുമെന്നുള്ളത്. അതൊരിക്കലും സാധിക്കുന്നതല്ല. അതായത് വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ഇവിടെ ഈ ഒരു വിദ്യാർത്ഥിക്ക് 12ാമത്തെ ഓപ്ഷനാണ് കിട്ടിയത്. ഇനി ആ ഒരു ഹയർ ഓപ്ഷൻസ് നിലനിർത്തി ആ ഒരു വിദ്യാർത്ഥിക്ക് ലഭിച്ചിട്ടുള്ളത് ഇനി അടുത്തതായിട്ടുള്ളത് 7ാമത്തെ ഓപ്ഷനിലേക്കാണ് മാറ്റം കിട്ടിയിട്ടുള്ളത് എന്ന് കരുതുക. അപ്പോൾ അങ്ങനെ മാറ്റം ലഭിക്കുന്ന സമയത്ത് ഇവിടെ അടച്ച ആ ഒരു ടോക്കൺ ഫീ പേയ്മെൻറ്റ് പുതുതായിട്ട് അലോട്ട്മെൻറ്റ് ലഭിച്ച ആ ഒരു കോളേജ് ഏതാണോ ആ ഒരു കോളേജിലേക്ക് LBS സെൻറ്റർ ട്രാൻസ്ഫർ ചെയ്യും. അപ്പോൾ ആദ്യം കിട്ടിയിട്ടുള്ള സീറ്റ് പോകും. പിന്നീട് ഈ ഒരു കോളേജിലേക്ക് നിങ്ങൾക്ക് പിന്നീട് അഡ്മിഷൻ നേടാനുള്ള സൗകര്യം നിങ്ങൾക്ക് ഉണ്ടായിരിക്കില്ല. പിന്നീട് പുതിയ ഈ ഒരു 7ാമത്തെ ഓപ്ഷനിലെ ഏത് കോളേജാണോ ഏത് കോഴ്സാണോ അതിലേക്കാണ് നിങ്ങൾക്ക് അഡ്മിഷൻ നേടാൻ സാധിക്കുന്നത്. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും എന്ന് കരുതുന്നു. നിങ്ങൾക്ക് പുതുതായിട്ട് മറ്റൊരു കോളേജ് കിട്ടുകയാണെങ്കിൽ ആദ്യം കിട്ടിയ സീറ്റ് പോകും, പുതിയ കോളേജിൽ നിങ്ങളുടെ അഡ്മിഷൻ മാറുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ കിട്ടിയ കോളേജ് നിങ്ങൾക്ക് താല്പര്യമാണെങ്കിൽ അതും തന്നെ മതി എന്നാണെങ്കിൽ ഹയർ ഓപ്ഷൻസ് റിമൂവ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി അടുത്തതായിട്ട് എങ്ങനെ ഫീ പേയ്മെൻറ്റ് ചെയ്യാം എന്നുള്ളതാണ്. ഇവിടെ 2 ഓപ്ഷൻസ് ആണുള്ളത്. ഒന്നാമത്തേത് നിങ്ങൾക്ക് ടോക്കൺ ഫീ പേയ്മെൻറ്റ് ഓഫ്ലൈനായിട്ട് പേയ്മെൻറ്റ് ചെയ്യാനായിട്ട് ചലാൻ ഉപയോഗിക്കാം. അതിനായിട്ട് ത്രൂ ഫെഡറൽ ബാങ്ക് ചലാൻ എന്നുള്ള പേയ്മെൻറ്റ് മെത്തേഡ് നിങ്ങൾക്ക് ഉപയോഗിക്കാം. അവിടെ പ്രിൻറ്റ് ചലാൻ എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ ഫോണിലേക്ക് ആ ഒരു ചലാൻ ഡൗൺലോഡ് ചെയ്തെടുത്ത ശേഷം നിങ്ങൾ അത് പ്രിൻ്റ് ഔട്ട് എടുക്കുക. ഈ ഒരു പ്രിൻ്റ് ഔട്ട് നിങ്ങൾക്ക് അതായത് ചലാൻ ഫോണിലേക്ക് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഗൂഗിൾ ക്രോമിൻ്റെ ബ്രൗസറിൽ നിങ്ങൾക്ക് ഓപ്പൺ ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ജസ്റ്റ് ചെയ്യേണ്ടത് നിങ്ങളുടെ ഫയൽ ആപ്ലിക്കേഷനിലേക്ക് പോകുക. അതായത് നിങ്ങളുടെ ഫോണിലെ ഡയറക്ടറീസ് ഉണ്ടാവും, അതായത് ആ ഒരു ഫോൾഡേഴ്സ് ഉണ്ടാവും. അപ്പോൾ ആ ഒരു ഫോൾഡർ നിങ്ങൾ ഓപ്പൺ ചെയ്യുക. അതിൽ നിന്നും ഡൗൺലോഡ്സ് എന്നുള്ള ആ ഒരു ഫോൾഡർ സെലക്ട് ചെയ്ത് അതിൽ നിന്നും ഡൗൺലോഡ് ആയിട്ടുള്ള ചലാൻ്റെ PDF നിങ്ങൾ ഓപ്പൺ ചെയ്യുക. ആ ഒരു അവിടെ നിന്ന് നിങ്ങൾ ജസ്റ്റ് ഒന്ന് അത് പിന്നീട് അത് സെൻഡ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്കൊന്നുകിൽ പ്രിൻ്റ് എടുക്കാം. അതല്ലെങ്കിൽ ഈ ഒരു PDF ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ സൈഡിലായിട്ടുള്ള 3 ലൈൻസിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് പ്രിൻ്റ് ഓപ്ഷൻ കാണാം. അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ടും നിങ്ങൾക്ക് ഈ ഒരു PDF ആയിട്ട് സേവ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് അത് ഓപ്പൺ ചെയ്യുന്നതിലായിട്ട് പ്രത്യേകിച്ച് ബുദ്ധിമുട്ടുണ്ടാവില്ല. അപ്പോൾ നിങ്ങൾ അത് പ്രിൻ്റ് എടുത്ത ശേഷം നിങ്ങൾക്ക് തൊട്ടടുത്തുള്ള ഫെഡറൽ ബാങ്ക് ശാഖയിൽ പോയിക്കൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു ഫീ പേയ്മെൻറ്റ് ചെയ്യാവുന്നതാണ്. എത്രയാണ് ഫീ പേയ്മെൻറ്റ് എന്നുള്ളത് നിങ്ങളുടെ ചലാനിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടാവും. സെൽഫ് ഫിനാൻസ് കോളേജിലാണ് കിട്ടിയതെങ്കിൽ 10,000 രൂപയാണ് ഫീസ് ഉണ്ടാവുക. അതുപോലെ ഗവൺമെൻറ് കോളേജിൽ ഈ ഒരു DPharm ഒക്കെയാണ് കിട്ടിയതെങ്കിൽ ഏകദേശം 6,800 രൂപയോളമാണെന്നാണ് തോന്നുന്നത്. അത്ര പൈസയാണ് വരിക. ബാക്കി കോഴ്സുകൾക്ക് 7,240 രൂപയാണ് വരുന്നത്. അതുപോലെ തന്നെ SC ST OEC വിദ്യാർത്ഥികളാണെങ്കിൽ 100 രൂപയാണ് ഫീസ് വരിക. അപ്പോൾ നിങ്ങൾക്ക് എത്ര രൂപയാണ് ഫീസ് വരിക എന്നുള്ളത് നിങ്ങൾക്ക് കൃത്യമായിട്ട് ആ ഒരു ചലാനിൽ നൽകിയിട്ടുണ്ടാവും. അപ്പോൾ ചലാനിൽ നിന്നും നിങ്ങൾ കൃത്യമായിട്ട് എത്ര രൂപയാണ് ഫീസ് എന്നുള്ളത് മനസ്സിലാക്കുക. ഇനി അടുത്തത് 2ാമത്തെ ഓപ്ഷനാണ് നെറ്റ് ബാങ്കിങ് ഓർ ക്രെഡിറ്റ് കാർഡ് അല്ലെങ്കിൽ ഡെബിറ്റ് കാർഡ് അല്ലെങ്കിൽ UPI എന്നത്. അപ്പോൾ വിദ്യാർത്ഥികൾ ഇന്ന മെത്തേഡ് ചൂസ് ചെയ്യണം എന്നൊന്നുമില്ല. നിങ്ങൾക്ക് ഒന്നുകിൽ ചലാൻ ഉപയോഗിച്ചുകൊണ്ട് ഫീ പേയ്മെൻറ്റ് ചെയ്യാം. ചലാൻ വഴി ഫീ പേയ്മെൻറ്റ് ചെയ്യുന്ന സമയത്ത് ഏകദേശം 24 മണിക്കൂറിന് ശേഷം മാത്രമാണ് നിങ്ങളുടെ ഫീ പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് വെബ്സൈറ്റിൽ വരികയുള്ളൂ. അതുപോലെ നിങ്ങൾ ഓൺലൈനായിട്ടാണെങ്കിൽ പെട്ടെന്ന് തന്നെ ആ ഒരു ഡീറ്റെയിൽസുകൾ വരുന്നതാണ്. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഏത് മെത്തേഡും നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് അക്ഷയ വഴിയും ഈ ഒരു ഫീ പേയ്മെൻറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നെറ്റ് ബാങ്കിങ് ഓർ ക്രെഡിറ്റ് കാർഡ് അല്ലെങ്കിൽ ഡെബിറ്റ് കാർഡ് ഓർ UPI എന്നുള്ള ഓപ്ഷനാണ് നിങ്ങൾ സെലക്ട് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ മേക്ക് പേയ്മെൻറ്റ് എന്നുള്ള ഒരു ഓപ്ഷൻ കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾ മേക്ക് പേയ്മെൻറ്റ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് അടുത്ത പേജിലേക്ക് പോകും. അത് പേയ്മെൻറ്റ് പേജിലേക്ക് പോകുന്നതാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ടോട്ടൽ എമൗണ്ട് INR 10,000 എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ സാധിക്കും. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് 3 മെത്തേഡ്സ് ആണ് കൊടുത്തിട്ടുള്ളത്. ഒന്ന് UPI ആണ്, രണ്ടാമത്തേത് കാർഡ്സ് ആണ്, ഒന്ന് ഡെബിറ്റ് കാർഡ്, ഒന്ന് ക്രെഡിറ്റ് കാർഡാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് നെറ്റ് ബാങ്കിങ് ഓപ്ഷൻ കൊടുത്തിട്ട് നെറ്റ് ബാങ്കിങ് ഓപ്ഷൻ വർക്കിംഗ് അല്ല എന്നാണ് തോന്നുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ UPIയോ അല്ലെങ്കിൽ കാർഡ്സിൻ്റേതോ ഉപയോഗിക്കുക. UPI എങ്ങനെ പേയ്മെൻറ്റ് ചെയ്യാം എന്നുള്ളത് ചോദിച്ചാൽ നിങ്ങൾക്ക് ഇവിടെ സെലക്ട് എനി UPI ആപ്പ് ടു പേ വിത്ത് UPI ID എന്ന് പറഞ്ഞുകൊണ്ട് നൽകിയിട്ടുണ്ട്. അതായത് നിങ്ങൾക്ക് ഒന്നുകിൽ ഭീം ആപ്പ്, നിങ്ങളുടെ ഫോണിൽ ഏത് ആപ്പാണുള്ളത് അതനുസരിച്ച് ഭീം ആപ്പ്, ഒന്നുകിൽ ആമസോൺ പേ അല്ലെങ്കിൽ ഗൂഗിൾ പേ അല്ലെങ്കിൽ ഫോൺ പേ അല്ലെങ്കിൽ Paytm അല്ലെങ്കിൽ മറ്റേതെങ്കിലും ആപ്പാണെങ്കിൽ അതർ എന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നിങ്ങളിപ്പോൾ അദറാണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്കിവിടെ അതിൻ്റെ UPI ID സെലക്ട് ചെയ്യാനായിട്ട് ചോദിക്കും. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നിങ്ങളിപ്പോൾ ഗൂഗിൾ പേ ആണ് സെലക്ട് ചെയ്യുന്നത് എന്ന് വെച്ചാൽ ഗൂഗിൾ പേ സെലക്ട് ചെയ്ത് കൊടുക്കുക. സെലക്ട് ചെയ്ത് കൊടുത്ത ശേഷം നിങ്ങൾക്കിവിടെ UPI ID എന്ന് ചോദിക്കുന്നുണ്ട്. നിങ്ങളുടെ UPI ID എന്താണ് അത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾക്കിവിടെ UPI ID-യോടൊപ്പം ഇതുപോലെ നിങ്ങൾക്ക് @OKSBI അല്ലെങ്കിൽ @OKAxis അല്ലെങ്കിൽ @OKICICI അതുപോലെ തന്നെ HDFC ബാങ്ക് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ ആ ഒരു UPI ID ഇതുപോലെ നിങ്ങൾക്ക് എക്സ്റ്റൻഷൻ കാണാൻ പറ്റും. അപ്പോൾ അത് കൃത്യമായിട്ട് സെലക്ട് ചെയ്ത് കൊടുക്കുക, മാറിപ്പോകരുത്. അപ്പോൾ ഇങ്ങനെ നൽകിയ ശേഷം നിങ്ങൾക്ക് താഴെയായിട്ട് പേ എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് എത്ര രൂപയാണോ ടോട്ടലായിട്ട് നിങ്ങൾക്ക് ഈ ഒരു ടോക്കൺ ഫീ പേയ്മെൻ്റ് ആയിട്ട് അടക്കേണ്ടതായിട്ടുള്ളത് ആ ഒരു പൈസ വിദ്യാർത്ഥികൾ, അതായത് ആ ഒരു പൈസ നിങ്ങൾ
ആ ഒരു പേ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ UPIയുടെ ആപ്പ് ഏതാണ്, അതായത് UPIയുടെ ആപ്പ് ഏതാണ്, ഗൂഗിൾ പേ ആണോ, ഏത് ആപ്പാണ് നിങ്ങൾ ഉപയോഗിക്കുന്നത്, ഫോൺ പേ ആണോ, അതായത് നിങ്ങൾ ഇതിൽ ഏത് ഓപ്ഷനാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഞാൻ ഗൂഗിൾ പേ ആണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ ഫോൺ പേ ആണോ പേടിഎം ആണോ ഏതാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്, ആ ഒരു UPI ആപ്പിൽ അത് നിങ്ങൾ ഏത് സെലക്ട് ചെയ്തിട്ടാണോ അതിൻ്റെ ആ ഒരു നിങ്ങളുടെ UPI ID കൊടുത്തിട്ടുള്ളത് ആ ഒരു ആപ്പിൽ നിങ്ങൾ ആ ഒരു പേ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അതിലേക്ക് ഒരു റിക്വസ്റ്റ് വരും. അതായത് ഇത്ര പൈസ, അതായത് എത്ര രൂപയാണ് നിങ്ങൾ അടക്കാനായിട്ട് ഇതിൽ പറഞ്ഞിട്ടുള്ളത്, ആ ഒരു പൈസ അടക്കാനായിട്ട് നിങ്ങളുടെ ആ ഒരു UPIയുടെ ആപ്പിലേക്ക് ഒരു റിക്വസ്റ്റ് വരും. അപ്പോൾ റിക്വസ്റ്റ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടത് ആ ഒരു നിങ്ങളുടെ UPIയുടെ ആപ്പ് ഓപ്പൺ ചെയ്യുക. അവിടെ നിങ്ങൾക്ക് റിക്വസ്റ്റ് കാണാൻ പറ്റും. അത് LBSൻ്റെ തന്നെയാണോ എന്നുള്ളത് കൃത്യമായിട്ട് ഉറപ്പുവരുത്തുക. അതുപോലെ തന്നെ അതിൽ പറഞ്ഞ ഫീസ് LBSൻ്റെതാണോ എന്നുള്ളത് കൃത്യമായിട്ട് ഉറപ്പുവരുത്തുക. അതിനുശേഷം വിദ്യാർത്ഥികൾക്ക് പേ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത ശേഷം വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ ആ ഒരു UPI ID, അതായത് UPI IDയുടെ ആ ഒരു പിൻ ഉണ്ടാവും. അതായത് 6 അക്ക പിൻ എന്നാണ് തോന്നുന്നത്. അപ്പോൾ നിങ്ങൾ എത്ര അക്ക പിന്നാണോ അതനുസരിച്ച് നിങ്ങൾ അത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾ സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് അതായത് മേക്ക് പേയ്മെൻറ്റ് എന്ന് കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു ഗൂഗിൾ പേ ആണെങ്കിൽ ഗൂഗിൾ പേയുടേത് ഓട്ടോമാറ്റിക്കലി അത് പ്രോസസ്സ് ചെയ്യുകയും അതിനുശേഷം പേയ്മെൻറ്റ് കൺഫേം ആയി കഴിഞ്ഞാൽ ഒരു ടിക്ക് മാർക്ക് വന്നതായിട്ടും കാണാൻ പറ്റും. അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഒരു പേജ് ഓപ്പൺ ചെയ്യുക. അതായത് ഈ ഒരു വെബ്സൈറ്റ് തന്നെ ഓപ്പൺ ചെയ്യുക. നിങ്ങൾ ഇത് ബാക്കൊന്നും അടിക്കേണ്ടതില്ല. ഇതേപോലെ തന്നെ ജസ്റ്റ് ആ ഒരു UPI ആപ്പ് ജസ്റ്റ് ഒന്ന് ഇതൊന്ന് നിങ്ങളുടെ ഫോൺ ജസ്റ്റ് ഒന്ന് മിനിമൈസ് ചെയ്ത ശേഷം നിങ്ങൾക്ക് ആ ഒരു UPIയുടെ ആപ്പ് ഓപ്പൺ ചെയ്തുകൊണ്ടാണ് ഈ ഒരു ഫീ പേയ്മെൻറ്റ് ചെയ്യേണ്ടത്. അങ്ങനെ ഫീ പേയ്മെൻറ്റ് സക്സസ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ആ ഒരു ഫീ പേയ്മെൻറ്റ് സക്സസ് എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ പറ്റും. പിന്നീട് അത് ഓട്ടോമാറ്റിക്കലി ആപ്ലിക്കേഷൻ്റെ ആ ഒരു റെസിപ്റ്റ് പേജിലേക്ക് പോകുന്നതാണ്. അവിടെ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ റെഫറൻസ് നമ്പർ, അതായത് ഈ ഒരു റെഫറൻസ് നമ്പർ, അതുപോലെ തന്നെ പേയ്മെൻറ്റിൻ്റെ ആ റെഫറൻസ്, ഇതുപോലുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളും നിങ്ങൾ എത്ര രൂപയാണ് ഫീ പേയ്മെൻറ്റ് ചെയ്തത് ഇങ്ങനെയുള്ള ഡീറ്റെയിൽസ് കാണാൻ പറ്റും. അതിനുശേഷം വിദ്യാർത്ഥികൾ അവിടെ റെസിപ്റ്റ് എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ടാകും. അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് നിങ്ങളുടെ റെസിപ്റ്റ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് എടുക്കാവുന്നതാണ്. ഇനി അടുത്തതായിട്ടുള്ളത് കാർഡ്സ് ഓപ്ഷനാണ്. കാർഡ്സ് ഓപ്ഷൻ നിങ്ങൾ സെലക്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇതുപോലെയാണ് കാണാൻ പറ്റുക. അതായത് കാർഡ് നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കാണ്ടാവും. അതുപോലെ കാർഡിൽ എക്സ്പയറി ഡേറ്റ് കൊടുത്തിട്ടുണ്ടാവും. അതിൽ മന്തും ഇയറും കൊടുത്തിട്ടുണ്ടാവും. അത് കൃത്യമായിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നെയിം ഓൺ കാർഡ്, നിങ്ങളുടെ കാർഡിലുള്ള പേര് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം അതിൻ്റെ CVV, അതിനുശേഷം പേ എന്ന് പറഞ്ഞിട്ടുള്ള ഭാഗത്ത് എത്ര പൈസയാണോ നിങ്ങൾ അടയ്ക്കേണ്ടത് അതനുസരിച്ച് നിങ്ങൾ പേയ്മെൻറ്റ് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ഈ ഒരു ബാങ്ക് അക്കൗണ്ട് ലിങ്ക് ചെയ്ത ഫോണിലേക്ക് നിങ്ങൾക്കൊരു OTP വരും. അപ്പോൾ ആ ഒരു OTP നൽകാനായിട്ട് ഈ ഒരു പേജിൽ ഒരു ഓപ്ഷൻ ഉണ്ടാകും. അപ്പോൾ ആ ഒരു പേജിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ആ ഒരു OTP നൽകാവുന്നതും നൽകിയ ശേഷം നിങ്ങൾക്ക് ആ ഒരു പേയ്മെൻറ്റ് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഈ ഒരു വെബ്സൈറ്റ് വഴി സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു പേയ്മെൻറ്റ് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് പോകുന്നതും അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ ആ ഒരു പേയ്മെൻറ്റ് സക്സസ് ആയി എന്നുള്ളത് കാണാൻ സാധിക്കും. അതിനുശേഷം നിങ്ങൾക്ക് പിന്നീട് ആപ്ലിക്കേഷൻ്റെ എല്ലാം ഈ ഒരു പേയ്മെൻറ്റിൻ്റെ പ്രിൻ്റ് ഔട്ട് എടുക്കാനുള്ള ആ ഒരു പേജിലേക്ക് പോകും. അതായത് ഈ ഒരു പേയ്മെൻറ്റ് സക്സസ് ആയി കഴിഞ്ഞാൽ പിന്നീട് ആ ഒരു പേജിലേക്കാണ് പോകുക. അതിനുശേഷം നിങ്ങൾക്ക് അവിടെ നിന്ന് നിങ്ങളുടെ റെസിപ്റ്റ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് എടുക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയും മാത്രമാണ് വിദ്യാർത്ഥികൾക്ക് ഫീ പേയ്മെൻറ്റ് ചെയ്യാനുള്ള ആ ഒരു രീതി എന്ന് പറയുന്നത്. നിങ്ങൾ ബാങ്ക് വഴിയാണ് ഫീ പേയ്മെൻറ്റ് ചെയ്യുന്നതെങ്കിൽ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ചലാൻ്റെ ബാക്കി ഭാഗം നിങ്ങൾക്ക് കിട്ടുന്നത് നിങ്ങൾ സൂക്ഷിച്ച് വെക്കേണ്ടതാണ്. അപ്പോൾ ഇത്ര മാത്രമാണ് ഈ ഒരു ഓൺലൈൻ പേയ്മെൻറ്റ് ചെയ്യാനുള്ള രീതി എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു രീതിയിൽ എങ്ങനെ പേയ്മെൻറ്റ് ചെയ്യാം എന്നുള്ള കാര്യം കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടാകും എന്ന് കരുതുന്നു. പേയ്മെൻറ്റ് ചെയ്യുന്ന സമയത്ത് കൃത്യമായിട്ട് നിങ്ങൾ LBSൻ്റെ ആ ഒരു ഫീയും കാര്യങ്ങളൊക്കെ തന്നെ അതിൽ കാണിച്ചിട്ടുള്ള ഡീറ്റെയിൽസ് എന്നുള്ളത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഇവിടെ ആ ഒരു മേക്ക് പേയ്മെൻറ്റ് ഓപ്ഷനിൽ പിന്നീട് നിങ്ങൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ഫീ പേയ്മെൻറ്റ് ചെയ്തതിൻ്റെ ഡീറ്റെയിൽസ് കാണാൻ സാധിക്കും. ബാങ്ക് വഴിയാണ് ചെയ്യുന്നതെങ്കിലും നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസും വെബ്സൈറ്റിൽ ലഭ്യമാവുന്നതാണ്. അത് 24 മണിക്കൂറിന് ശേഷം മാത്രമായിരിക്കും നിങ്ങളുടെ ആ ഫീ പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് വെബ്സൈറ്റിൽ വരുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ ഓൺലൈനായിട്ട് പേയ്മെൻറ്റ് ചെയ്തത് ആണെങ്കിൽ മേക്ക് പേയ്മെൻറ്റ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് പിന്നീട് നിങ്ങൾക്ക് ആ ഒരു ഫീ പേയ്മെൻറ്റ് ചെയ്തതായിട്ട് ഡീറ്റെയിൽസ് വന്നത് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് ഫീ പേയ്മെൻറ്റ് ചെയ്യാവുന്നതാണ്. ഇനി വിദ്യാർത്ഥികൾ ചോദിക്കുന്ന പ്രധാനപ്പെട്ട കാര്യമാണ് വിദ്യാർത്ഥികൾ ഈ ഫീ പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ റെസിപ്റ്റിൻ്റെ കാര്യം. നിങ്ങൾ ഓൺലൈനായിട്ടായിരുന്നാലും അല്ലെങ്കിൽ ഓഫ്ലൈനായിട്ടാണ് അത് ബാങ്ക് വഴിയാണ് പേയ്മെൻറ്റ് ചെയ്തത് എങ്കിലും വിദ്യാർത്ഥികൾക്ക് ഈ ഒരു അതായത് ഫീ പേയ്മെൻറ്റ് റെസിപ്റ്റ് ലഭ്യമാകുന്നതാണ്. അത് നേരത്തെ പോലെ തന്നെ നിങ്ങൾ മേക്ക് പേയ്മെൻറ്റ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത ശേഷം പിന്നീട് വിദ്യാർത്ഥികൾക്ക് ആ ഒരു മേക്ക് പേയ്മെൻറ്റ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് നെറ്റ് ബാങ്കിങ് സെലക്ട് ചെയ്ത് നിങ്ങൾക്ക് നെറ്റ് ബാങ്കിങ് ഓർ UPI ഓർ ഡെബിറ്റ് കാർഡ് ഓർ ക്രെഡിറ്റ് കാർഡ് ഇതുപോലുള്ള ആ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്ത ശേഷം മേക്ക് പേയ്മെൻറ്റ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ഫീ പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് വന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ ആ ഒരു അലോട്ട്മെൻറ്റ് റിസൾട്ട് അറിയാനായിട്ട് നിങ്ങൾക്ക് ഇവിടെ സൈഡിലായിട്ടുള്ള 3 ലൈൻസിൽ ക്ലിക്ക് ചെയ്ത് അലോട്ട്മെൻറ്റ്സ് എന്നുള്ളത് സെലക്ട് ചെയ്ത ശേഷം പബ്ലിഷ്ഡ് അലോട്ട്മെൻറ്റ്സ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ ആ ഒരു പബ്ലിഷ്ഡ് അലോട്ട്മെൻറ്റ്സിൻ്റെ ആ ഒരു പേജായിട്ടുള്ള യുവർ അലോട്ട്മെൻറ്റ്സ് പേജിലേക്ക് പോകുന്നതും അവിടെ നിന്നും നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ള ആ ഒരു കോളേജ് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുകയും ചെയ്യുന്നതായിരിക്കും. ഇനി വിദ്യാർത്ഥികൾ ചോദിക്കുന്ന കാര്യമാണ് വിദ്യാർത്ഥികൾക്ക് ഒരു വർഷം എത്ര രൂപയാണ് ഫീ പേയ്മെൻറ്റ് വരിക എന്നുള്ളത്.
അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾക്ക് ഒരു വർഷം വരുന്ന ഫീസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഗവൺമെൻറ് കോളേജിലാണ് കിട്ടുന്നതെങ്കിൽ, അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ചോദിച്ചതാണ് ഈ ഒരു അഡ്മിഷൻ ഫീ പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ അഡ്മിഷൻ കൺഫേംഡ് ആണോ എന്നുള്ളത്. അഡ്മിഷൻ കൺഫേംഡ് അല്ല, നിങ്ങൾക്ക് ആ ഒരു സീറ്റ് കൺഫേംഡ് ആണ്. എന്നാൽ നിങ്ങൾക്ക് അഡ്മിഷൻ കൺഫേംഡ് ആവണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ അഡ്മിഷൻ നേടണം. തേർഡ് അലോട്ട്മെൻറ്റിന് ശേഷം മാത്രമാണ് വിദ്യാർത്ഥികൾ അഡ്മിഷൻ നേടേണ്ടത്. നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾ ഈ ഒരു അലോട്ട്മെൻറ്റിന് ശേഷം നിങ്ങൾക്ക് അതായത് ഇപ്പോൾ ലഭിച്ച സീറ്റ് കൺഫേംഡ് ആണ്, അതായത് കൺഫേംഡ് അല്ല നിങ്ങൾക്ക് സാറ്റിസ്ഫൈഡ് ആണ് എങ്കിൽ, അതായത് ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു 10ാമത്തെ ഓപ്ഷനാണ് അലോട്ട്മെൻറ്റ് കിട്ടിയതെന്ന് കരുതുക. അപ്പോൾ അതിനുശേഷം 1 മുതൽ 9 വരെയുള്ള ഓപ്ഷൻസ് അവിടെ റിമൈൻഡറായിട്ട് അതായത് ഈ ഒരു റിമൈൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതായത് ഈ ഒരു അവിടെ ഹയർ ഓപ്ഷൻസ് ആയിട്ട് നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ 10ാമത്തെ ഓപ്ഷൻ തന്നെ മതി, ഇനി മറ്റു ഓപ്ഷൻസ് ഒന്നും വേണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ടോക്കൺ ഫീ പേയ്മെൻറ്റ് ചെയ്യുക. അപ്പോൾ ആ ഒരു സീറ്റ് കൺഫേം ആയി നിങ്ങൾക്കായിട്ട്. അതിനുശേഷം നിങ്ങൾ 1 മുതൽ 9 വരെയുള്ള ഓപ്ഷൻസ് റിമൂവ് ചെയ്ത് കൊടുക്കുക. ഇനി അതേസമയം വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ ലഭിച്ച ഓപ്ഷൻ നിങ്ങൾക്ക് താല്പര്യമുണ്ട്, എന്നാൽ അടുത്ത അലോട്ട്മെൻറ്റിലും നിങ്ങളുടെ ഹയർ ഓപ്ഷൻസ് പരിഗണിക്കപ്പെടണം എന്നാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു രീതിയിൽ ഹയർ ഓപ്ഷൻസ് ഒന്നും റിമൂവ് ചെയ്യാതെ ടോക്കൺ ഫീ പേയ്മെൻറ്റ് ചെയ്ത് അടുത്ത അലോട്ട്മെൻറ്റിനായിട്ട് വെയിറ്റ് ചെയ്യാം. ഇനി ഹയർ ഓപ്ഷൻസിൽ ഏതെങ്കിലും കുറച്ച് ഓപ്ഷൻസ് മാത്രം നിങ്ങൾക്ക് റിമൂവ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ആ ഒരു നിങ്ങൾക്ക് വേണ്ടാത്ത ഓപ്ഷൻസ് മാത്രം റിമൂവ് ചെയ്ത് സേവ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു വേണ്ടാത്ത ഓപ്ഷൻസ് ഒക്കെ റിമൂവ് ആയതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതുപോലെ ടോക്കൺ ഫീ പേയ്മെൻറ്റ് കൂടി ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ ഈ ഒരു രീതിയിൽ ഹയർ ഓപ്ഷൻസ് കുറച്ചെങ്കിലും നിലനിർത്തുകയാണെങ്കിൽ നിങ്ങൾക്കിപ്പോൾ 10ാമത്തെ ഓപ്ഷനാണ് അലോട്ട്മെൻറ്റ് കിട്ടിയത്, ബാക്കിയുള്ളത് 1, 2, 3, 4 ഈ ഒരു രീതിയിൽ 9 വരെയുള്ള ഓപ്ഷനാണ് എന്ന് കരുതുക. അതായത് 9 വരെയുള്ള ഓപ്ഷൻസാണ് ബാക്കി ഉണ്ടാവുക. അപ്പോൾ ഇതിൽ നിങ്ങൾക്കൊരു 6ാമത്തെ ഓപ്ഷനാണ് അടുത്തതായിട്ട് കിട്ടുന്നതെങ്കിൽ ഇപ്പോൾ നിങ്ങൾ അടച്ചിട്ടുള്ള ആ ഒരു പൈസ പുതുതായിട്ട് അലോട്ട്മെൻറ്റ് ലഭിച്ച കോളേജിലേക്ക് LBS സെൻറ്റർ ട്രാൻസ്ഫർ ചെയ്യും. അതുപോലെ തന്നെ നിങ്ങളുടെ ആദ്യം കിട്ടിയ സീറ്റ് നിങ്ങൾക്ക് നഷ്ടപ്പെടും. പിന്നീട് പുതുതായിട്ട് എവിടെയാണോ കിട്ടിയത് ആ ഒരു കോളേജിലാണ് നിങ്ങൾക്ക് അഡ്മിഷൻ നേടാൻ പറ്റുക. ആദ്യം കിട്ടിയുള്ള സീറ്റിലേക്ക് പിന്നീട് നിങ്ങൾക്ക് സ്പെഷ്യൽ അലോട്ട്മെൻറ്റിൽ പങ്കെടുത്തുകൊണ്ട് അതിൽ അലോട്ട്മെൻറ്റ് കിട്ടുമോ എന്നുള്ളത് പിന്നീട് നോക്കേണ്ടതായിട്ട് വരും. അതായത് പുതിയൊരു കോളേജ് കിട്ടുകയാണെങ്കിൽ ആദ്യം കിട്ടിയ സീറ്റ് നഷ്ടപ്പെടും എന്നുള്ളത് മാത്രമാണ്. അപ്പോൾ തേർഡ് അലോട്ട്മെൻറ്റിന് ശേഷം മാത്രമാണ് വിദ്യാർത്ഥികൾ കോളേജിൽ ജോയിൻ ചെയ്യേണ്ടതായിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു കോളേജിൽ ഒരു വർഷം വരുന്ന ഫീസ് എന്ന് പറയുന്നത് ഗവൺമെൻറ് കോളേജാണെങ്കിൽ D.Pharmന് ഏകദേശം 6080 അല്ലെങ്കിൽ 6800 രൂപയോളമാണ് ഫീസ് വരിക. അതുപോലെ മറ്റ് കോഴ്സുകൾക്കാണെങ്കിൽ 7240 രൂപയാണ് വരിക. അതുപോലെ സെൽഫ് ഫിനാൻസ് കോളേജിലാണ് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടുന്നതെങ്കിൽ നിങ്ങളിപ്പോൾ അടക്കുന്ന 10,000 രൂപയും അതിനോടൊപ്പം നിങ്ങൾക്ക് മെറിറ്റ് സീറ്റിലാണ് അലോട്ട്മെൻറ്റ് കിട്ടുന്നതെങ്കിൽ 27,500 രൂപയാണ്, അതായത് 35,500 രൂപയാണ് ഫീസ് വരുന്നത്. സെൽഫ് ഫിനാൻസിലാണ് ഈ ഒരു മാനേജ്മെൻറ്റ് സീറ്റിലാണ് കിട്ടുന്നതെങ്കിൽ ഈ ഒരു 10,000 നിങ്ങൾ ഇപ്പോൾ ഓൾറെഡി അടക്കുന്നുണ്ട്, അതിനോടൊപ്പം 55,000 രൂപയാണ് ഫീസ് വരിക. ഇനി അതേസമയം നിങ്ങൾ SC ST OEC വിഭാഗത്തിലുള്ള വിദ്യാർത്ഥികൾ, ഫീസ് ആനുകൂല്യമുള്ള വിദ്യാർത്ഥികൾ ആണ് എങ്കിൽ നിങ്ങൾക്ക് വരുന്ന ഫീസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ആകെ ഇപ്പോൾ നിങ്ങളൊരു 100 രൂപയായിരിക്കും നിങ്ങൾക്ക് അടക്കേണ്ടതായിട്ട് വരിക. അപ്പോൾ ഈ ഒരു പൈസ മാത്രമാണ് നിങ്ങൾക്ക് ഒരു ഗവൺമെൻറ് കോളേജിലായാലും അല്ലെങ്കിൽ സെൽഫ് ഫിനാൻസ് കോളേജിലെ മെറിറ്റ് സീറ്റിലാണ് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടുന്നതെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു ഫീ പേയ്മെൻ്റ് ആയിട്ട് വരിക. അതേസമയം നിങ്ങൾക്ക് ഈ ഒരു സെൽഫ് ഫിനാൻസ് കോളേജിലെ മെറിറ്റ് സീറ്റല്ല, സെൽഫ് ഫിനാൻസിലെ മാനേജ്മെൻറ്റ് സീറ്റിലാണ് കിട്ടുന്നതെങ്കിൽ നിങ്ങളിപ്പോൾ ഈ ഒരു 100 രൂപ അടച്ചിട്ടുണ്ടാകും. അതിനോടൊപ്പം നിങ്ങൾ ബാക്കി കോഴ്സ് ഫീസ് ആയിട്ടുള്ള ഏകദേശം, അതായത് സെൽഫ് ഫിനാൻസ് കോളേജിലെ മാനേജ്മെൻറ്റ് സീറ്റാണെങ്കിൽ ഈ ഒരു 64,900 രൂപ നിങ്ങൾ ഈ ഒരു അഡ്മിഷൻ സമയത്ത് അടക്കേണ്ടതായിട്ട് വരും. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് അതായത് വിദ്യാർത്ഥികൾ സ്കോളർഷിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് E-Grant സ്കോളർഷിപ്പ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു സമയത്ത് അതിന് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ഒരു അഡ്മിഷൻ എന്ന് പറയുന്നത് തേർഡ് അലോട്ട്മെൻറ്റ് ശേഷമാണ്. അപ്പോൾ ആ ഒരു സമയത്ത് വിദ്യാർത്ഥികൾ കോളേജിൽ ജോയിൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും ബാക്കി ഫീസ് അടക്കണമെങ്കിൽ ആ ഒരു ഫീസൊക്കെ അടക്കേണ്ടതായിട്ട് വരും. അതുപോലെ തന്നെ എല്ലാ വിദ്യാർത്ഥികളും നിങ്ങൾക്ക് ഈ ഒരു എത്ര രൂപയാണ് നിലവിലിപ്പോൾ ഫീസ് എത്ര ആയിരുന്നാലും നിങ്ങൾ ഈ ഒരു അഡ്മിഷൻ സമയത്ത് PTA ഫണ്ട്, അതുപോലെ തന്നെ നിങ്ങളുടെ ബുക്ക്, യൂണിഫോം, അതുപോലെ തന്നെ ഹോസ്റ്റൽ വേണ്ടവർക്ക് ഹോസ്റ്റൽ എന്നിവയുടെയൊക്കെ ഫീസ് നിങ്ങൾ അടയ്ക്കാനുള്ളതായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ ഈ രീതിയിൽ എക്സ്ട്രാ കോസ്റ്റ് എല്ലാ വിദ്യാർത്ഥികൾക്കും കോമൺ ആയിട്ട് വരുന്നതാണ്. നിങ്ങളുടെ ഈ ഒരു ട്യൂഷൻ ഫീസും കാര്യത്തിൽ മാത്രമാണ്, അതുപോലെ ടോക്കൺ ഫീസിൻ്റെ കാര്യത്തിൽ മാത്രമാണ് വ്യത്യാസമുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ അലോട്ട്മെൻറ്റ് ലഭിച്ച സീറ്റ് കൺഫേം ചെയ്യാനും നിങ്ങൾ ഈ ഒരു ടോക്കൺ ഫീ പേയ്മെൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ റീഫണ്ടിൻ്റെ കാര്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു. റീഫണ്ട് എന്ന് പറയുന്നത് നിങ്ങൾക്ക് കിട്ടാനായിട്ട് ഏകദേശം ഈ ഒരു അലോട്ട്മെൻറ്റ് പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്ത ശേഷം ഏകദേശം ഒരു 4 മാസത്തിനുള്ളിൽ മാത്രമാണ് നിങ്ങൾക്ക് റീഫണ്ടിനായിട്ട് അപേക്ഷ സമർപ്പിച്ചത്. അതായത് ഈ ഒരു അലോട്ട്മെൻറ്റ് പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്ത ശേഷമാണ് റീഫണ്ട് റിക്വസ്റ്റ് വരിക. അതിനുശേഷം മാത്രമാണ് ഏകദേശം ഒരു 4 മാസത്തോളം കഴിഞ്ഞാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ആ ഒരു പൈസ റീഫണ്ടായിട്ട് കിട്ടുക. അപ്പോൾ അലോട്ട്മെൻറ്റ് ലഭിച്ച ആ ഒരു സീറ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു ഫീ പേയ്മെൻറ്റ് ചെയ്ത് നിങ്ങൾ ഹയർ ഓപ്ഷൻസ് റിമൂവ് ചെയ്ത് കൊടുക്കുക. അതുപോലെ ഈ ഒരു ഓപ്ഷൻ കിട്ടിയിട്ടുള്ള ഓപ്ഷൻ നിങ്ങൾക്ക് സാറ്റിസ്ഫൈഡ് അല്ല എന്നാണെങ്കിൽ ടോക്കൺ ഫീ പേയ്മെൻറ്റ് ചെയ്തുകൊണ്ട് അടുത്ത അലോട്ട്മെൻറ്റിനായിട്ട് വെയിറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.